PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 5 ടിപ്പുമായിട്ടാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, കുറേ പേർക്കൊക്കെ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ അറിയാം, പക്ഷേ സംസാരിക്കാൻ അറിയില്ല. പിന്നെ ചിലർക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ നമ്മുടെ പഠനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ മറന്നു പോവാതെ അതുപോലെ തന്നെ നമുക്കത് യൂസ് ചെയ്തിട്ട് സംസാരിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു 5 ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സ് എന്നുള്ളത് നോക്കാം. ഗ്രാമർ പഠിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാലും മറന്നു പോകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ടിപ്പാണ്, നമ്മൾ ഗ്രാമർ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ടെൻസസ് പഠിച്ചല്ലേ, അപ്പം നമ്മൾ എന്തിനാണ് ടെൻസസ് പഠിച്ചത്? ഓക്കെ, ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? കാലം എന്നാണ് എന്നുള്ളത് ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കും അല്ലേ. കാലത്തെ കുറിക്കുന്നതാണ് ടെൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ്, ഒരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് നടന്നത്? ഇന്നലെ നടന്നതാണോ, ഇപ്പോൾ നടക്കുന്നതാണോ, നാളെ നടക്കാൻ പോകുന്നതാണോ എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ നടന്നതാണ്, ഏത് സമയത്ത് നടന്നതാണ് എന്ന് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ടെൻസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യവും പഠിക്കുമ്പോൾ അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യം പഠിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത കാര്യം നമ്മൾ സ്ട്രക്ചർ പഠിക്കുക. ഓക്കെ, ഓരോന്നിപ്പോൾ നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ അതിൽ ഓരോ ടെൻസിനും അല്ലേ, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ എല്ലാം കൂടെ ഒറ്റ ദിവസം ഇരുന്ന് ഒരേ ഇരിപ്പിന് പഠിച്ചു തീർക്കണം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ടെൻസ്, ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ 4 ഡിവിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് ഒരു ദിവസം എടുക്കുക. ഓക്കെ, അതെന്താണ്, ഏത് സമയത്ത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അത് ഒരു ദിവസം പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാം കൂടെ ഒറ്റയടിക്കിരുന്ന് ഗ്രാമർ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഈ സ്ട്രക്ചർ പഠിക്കുന്നതിനോടൊപ്പം ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്ട്രക്ചറിനോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ കാണാതെ പഠിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടോ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ടീച്ചറോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിളുകൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പഠിച്ചു, സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് നമ്മൾ പഠിക്കുകയാണ്. ഒരു ദിവസം ഇരുന്നിട്ട് അതെന്താണ് എന്ന് പഠിച്ചു, അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ അമ്മയോടൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അച്ഛനോട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ ആ സ്ട്രക്ചർ വെച്ചിട്ട് പഠിച്ചു. അതേ സെൻറ്റൻസ് നമ്മൾ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ആ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരും. ഇല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യം ഉണ്ടാക്കിയിട്ട്
ആ സെൻറ്റൻസ് നമ്മൾ അങ്ങ് ഡെയിലി യൂസ് ചെയ്യുക. എത്ര തവണ യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്ഥലത്ത് ആ സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പാകത്തിന് അതിങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, അവരോട് പറയുന്ന സമയത്ത് നമ്മൾ ഇടയിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കയറ്റിയാലൊന്നും ആരും ഒന്നും പറയാനൊന്നും പോകില്ല അല്ലേ, നല്ലതല്ലേ. നമ്മളങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് നമ്മൾ ആ ഓരോ സാഹചര്യം വരുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ കാണാതെ പഠിച്ചതുകൊണ്ട് നമുക്കത് സ്ട്രക്ചർ മനസ്സിലാവും എന്നല്ലാണ്ട് നമുക്കത് സംസാരിക്കാനായിട്ട് വരില്ല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സംസാരം വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് എക്സാമ്പിളായിട്ട് എടുത്തിട്ട് അതൊരു ദിവസം മുഴുവൻ നമ്മൾ ആ സാഹചര്യം വരുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു 2 3 4 സെൻറ്റൻസ് ഒക്കെ ആയിട്ട് അതങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദിവസം എടുത്തിട്ട് ഒരു ടെൻസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ടെൻസ് ഒരു കുറച്ച് ദിവസം എടുത്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അത് തറോ ആയി നമുക്ക് ഏത് സിറ്റുവേഷനിലും ആ ടെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി എന്ന് തോന്നുമ്പോൾ അടുത്ത ടെൻസ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ കാണാതെ പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകൾ കണ്ടുപിടിക്കുക. അതിനുശേഷം അത് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതെടുത്ത് അങ്ങ് യൂസ് ചെയ്യുക. പിറ്റേത് അതിൽ എണ്ണം കൂടുതലാക്കുക, വീണ്ടും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഡെയിലി 2-3 സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു അല്ലേ. അങ്ങനെ പഠിച്ച് പോകുന്നു, അടുത്തൊരു ടെൻസ് എടുക്കുന്നു, അതിൽ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുന്നു, ഇങ്ങനെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഓരോ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു, അതിലെ സെൻറ്റൻസുകളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രയോഗിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ എൻജോയ് ചെയ്ത് പഠിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കാതെ നമുക്കിങ്ങനെ ഓരോ കുഞ്ഞു ഭാഗമായിട്ട് പഠിച്ചു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും തോന്നില്ല. നമ്മളതിങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പഠിക്കാനും കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാമർ മുതൽ പഠിച്ചു പോകരുത് എന്നുള്ളത്. ഇനി ഗ്രാമർ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ പഠിക്കണം. എങ്ങനെ പഠിക്കണം, ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വേണം അത് പഠിച്ചു പോകാൻ. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഗ്രാമർ ടെൻസ് ഉണ്ട്, 3 തരത്തിലുള്ള ടെൻസ് ഉണ്ട്, പ്രസൻറ്റിൽ ഇത്ര ഡിവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് ഗ്രാമറും പഠിക്കില്ല, നമ്മുടെ സംസാരവും നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാമറും പഠിച്ചെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്കത് സംസാരിക്കാനും പറ്റും, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാനും കൂടെ പറ്റും. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് എന്തായാലും നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല. ഓക്കെ, പകരം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഗ്രാമറും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ലാംഗ്വേജ്, ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.